ഹലോ ഡിയർ നഴ്സിംഗ് ഓഫീസേഴ്സ്, ഇന്ന് നമ്മൾ ഒ ബി ജിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ വേണ്ടി പോകുന്നത്. എയിംസ്, നോർസെറ്റ്, കേരള PSC പോലെയുള്ള എക്സാമിനൊക്കെ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ്. pH of vagina is acidic, alkaline, neutral, none of the above. ആൻസർ ഈസ് ഓപ്ഷൻ എ, അസിഡിക്. വജൈനാൽ എന്ന് പറയുന്നത് ഹൈലി അസിഡിക് ആയിട്ടുള്ള നാച്ചുറോട് കൂടിയിട്ടാണ് കാണുന്നത്. വജൈനയുടെ PH 3.5 to 4 ആണ് നമ്മൾ പറയാറുള്ളത്. ഇത് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ടാണ് വജൈന ഹൈലി അസിഡിക് ആയിട്ട് കാണുന്നത്? കാരണം അവിടെ ലാക്ടോബാസിലസ് അസിഡോഫിലസ് അല്ലെങ്കിൽ ഡോഡർലൈൻസ് ബാസിലൈ എന്ന് പറയുന്ന ബാക്ടീരിയാസ് ഉണ്ട്. അതിന്റെ പ്രസൻസ് കൊണ്ടാണ് വജൈന ഹൈലി അസിഡിക് ആയിട്ട് കാണുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, pH of vagina during pregnancy: basic, acidic, neutral, sometimes acidic or sometimes alkaline. വജൈന പ്രഗ്നൻസിയുടെ സമയത്ത് എന്ത് pHലാണ് കാണുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, അസിഡിക്. പ്രഗ്നന്റ് സ്റ്റേറ്റിലാണെങ്കിലും നോൺ പ്രഗ്നന്റ് സ്റ്റേറ്റിലാണെങ്കിലും വജൈനയുടെ PH അസിഡിക് PH ആണ് കാണുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the opening of the Bartholin's duct situated in the vagina, uterus, vestibule, perineal pouch. ബർത്തോളിൻസ് ഡക്ട് അതിന്റെ ഓപ്പണിംഗ് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, വെസ്റ്റിബ്യൂൾ. നമ്മൾ ഈ ഒരു പിക്ചറിൽ ഈ തന്നിരിക്കുന്നത് മൊത്തം വൾവ എന്ന് പറയുന്ന ഭാഗമാണ്. ഇതാണ് വൾവ എന്ന് പറയുന്നത്, അല്ലെ? വൾവ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ജനൈറ്റാലിയ എന്ന് പറയുന്നതാണ്. ഇതിൽ തന്നിരിക്കുന്ന സ്ട്രക്ചേഴ്സ് കാണാം. ഇവിടെ ക്ലിറ്റോറൽ ഹുഡ് കാണുന്നുണ്ട്, ക്ലിറ്റോറിസ് കാണുന്നുണ്ട്, ലേബിയ മെജോറ, ലേബിയ മൈനോറ, യൂറിത്രൽ ഓപ്പണിംഗ്, അതിന് തൊട്ട് താഴെയായിട്ട് വജൈനൽ ഓപ്പണിംഗ് കാണുന്നുണ്ട്, പിന്നെ ആനസ്. ഇത്രയും ഭാഗങ്ങളാണ് ഇതിൽ തന്നിരിക്കുന്നത്. അതിൽ നമ്മൾ ഈ ഒരു ഭാഗത്തിന് ഈ ഒരു പോർഷനാണ് നമ്മൾ വെസ്റ്റിബ്യൂൾ എന്ന് പറയുന്നത്. അപ്പൊ വെസ്റ്റിബ്യൂൾ എന്ന് പറയുന്നത് ഓവൽ ഷേപ്പിലുള്ള ഏരിയ ആണ്. ലേബിയ മൈനോറ, ക്ലിറ്റോറിസ്, ഫോർഷെറ്റ്, ഇത്രയും സ്ട്രക്ചേഴ്സിന്റെ ഇടയിലുള്ള ഓവൽ ഷേപ്ഡ് ഏരിയനെയാണ് നമ്മൾ വെസ്റ്റിബ്യൂൾ എന്ന് പറയുന്നത്. വെസ്റ്റിബ്യൂളിലോട്ട് ഓപ്പൺ ആവുന്ന സ്ട്രക്ചേഴ്സ് നോക്കാം. യൂറിത്രൽ മിയാറ്റസ് അല്ലെങ്കിൽ യൂറിത്രൽ ഓപ്പണിംഗ്, അതുപോലെ തന്നെ വജൈനൽ ഓപ്പണിംഗ്, അതുപോലെ ബർത്തോളിൻസ് ഗ്ലാൻഡിന്റെ ഡക്ട് ഓപ്പൺ ചെയ്യുന്നതും ഈ ഒരു വെസ്റ്റിബ്യൂളിലോട്ടാണ്. അപ്പൊ ബർത്തോളിൻസ് ഗ്ലാൻഡ് ഈ ഒരു ഭാഗങ്ങളിലായിട്ടാണ് കാണുന്നത്. അപ്പൊ ഇത് വജൈനൽ ഓപ്പണിംഗ് ആണെങ്കിൽ അതിന്റെ രണ്ട് സൈഡുകളിലായിട്ട് ലാറ്ററൽ ആസ്പെക്റ്റിലാണ് കാണുന്നത് ബർത്തോളിൻസ് ഗ്ലാൻഡ്. അതിന്റെ ഡക്ട് ഓപ്പൺ ചെയ്യുന്നത് വെസ്റ്റിബ്യൂളിലോട്ടേക്കാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ചോദിച്ച ക്വസ്റ്റ്യനുള്ള ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൾ ആർ ട്രൂ അബൌട്ട് ഫീമെയിൽ യുറിത്ര എക്സെപ്റ്റ് ഓപ്ഷൻ എ, ലെങ്ത് ഈസ് അറൌണ്ട് 1.5 inch. Option B, it is posterior to vaginal orifice. Option C, it pierces through urogenital diaphragm. Option D, it is straight and offers minor resistance for catheterization. തന്നിരിക്കുന്നതിൽ എല്ലാ കാര്യങ്ങളും ഫീമെയിൽ യൂറിത്രയെ കുറിച്ച് ശരിയാണ്, പക്ഷെ ഒരേ ഒരു ഓപ്ഷൻ ഇതിൽ തെറ്റാണ്. അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും ഇതിന്റെ റൈറ്റ് ആൻസർ? റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഈ ഒരു ക്വസ്റ്റ്യനിൽ തെറ്റായിട്ട് കൊടുത്തിരിക്കുന്ന ഉത്തരം എന്ന് പറയുന്നത് പോസ്റ്റീരിയർ ടു വജൈനൽ ഓറിഫിസ് എന്ന് പറയുന്ന ഓപ്ഷനാണ് തെറ്റായിട്ടുള്ളത്. അപ്പൊ നമുക്കൊന്ന് പെട്ടെന്ന് തന്നെ ഫീമെയിൽ യൂറിത്രയെ കുറിച്ച് പഠിക്കാം. ഫീമെയിൽ യൂറിത്രയുടെ ലെങ്ത് എന്ന് പറയുന്നത് 3 to 4 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അല്ലെങ്കിൽ 1.5 inch ആണ്. ഇത് വളരെ ഷോർട്ട് ആയിട്ടുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ട്യൂബാണ് ഫീമെയിൽ യൂറിത്ര എന്ന് പറയുന്നത്. യൂറിനറി ബ്ലാഡർ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഒരു ട്യൂബിന്റെ എൻഡ് എന്ന് പറയുന്നത് വജൈനൽ ഓറിഫിസിന്റെ ആന്റീരിയർ പോർഷനിലേക്ക് വന്നിട്ടാണ്, അല്ലെ? അപ്പൊ ഈ ഒരു ഫീമെയിൽ യൂറിത്ര വജൈനൽ ഓറിഫിസിന്റെ ആന്റീരിയർ പോർഷനിലാണ് കാണുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഒരു ഓപ്ഷൻ തെറ്റാണ്. പോസ്റ്റീരിയർ ടു വജൈനൽ ഓറിഫിസ് അല്ല. എന്താണ് ഉത്തരം വരുന്നത്? ആന്റീരിയർ ടു വജൈനൽ ഓറിഫിസ് ആണ് നമ്മളെ ഈ ഒരു ഫീമെയിൽ യൂറിത്ര കാണുന്നത്. യൂറോജെനൈറ്റൽ ഡയഫ്രം ഇസ് എ ട്രയാങ്കുലർ ലിഗമെന്റ് ത്രൂ വിച്ച് യൂറിത്ര ഇസ് പാസസ്. ഒരു ട്രയാങ്കുലർ ലിഗമെന്റ് ആണ് യൂറോജെനൈറ്റൽ ഡയഫ്രം എന്ന് പറയുന്നത്. അതിലൂടെയാണ് യൂറിത്ര പാസ് ചെയ്ത് പോകുന്നത്. ആ ഒരു ഷോർട്ട് ആയിട്ടുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള ട്യൂബ് പാസ് ചെയ്ത് പോകുന്നത്.
External urethral sphincter is situated in the urogenital diaphragm. External urethral sphincter കാണുന്നത് urogenital diaphragmത്തിലൂടെയാണ്. ഈ urogenital diaphragm pierce ചെയ്തുകൊണ്ടാണ് നമ്മുടെ female urethra pass ചെയ്തിട്ട് പോകുന്നത്. Next question. The pyramidal shaped tissue where the pelvic floor and perineal muscles and fascia meet in between the vagina and anal canal is called as obstetrical perineum, perineal body, anatomical perineum. Option D, A and B. അല്ലേ? ഇപ്പൊ ചോദിച്ചിരിക്കുന്നത് പിരമിഡൽ ഷേപ്ഡ് ടിഷ്യൂ അല്ലെ, നമ്മുടെ പെൽവിക് ഫ്ലോർ, പെരിനിയൽ മസിൽസ്, അതുപോലെ അവിടെ ഫേഷ്യാസ് കാണുന്നുണ്ട്, വജൈന, ആനൽ കനാൽ. അപ്പൊ ഈ ഭാഗത്തിന് നമ്മൾ എന്താണ് പറയുന്നതെന്നാണ്. ഒബ്സ്റ്റട്രിക്കൽ പെരിനിയം ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഒബ്സ്റ്റട്രിക്കൽ പെരിനിയം, ഓപ്ഷൻ എ. വിച്ച് വാസ് ദ നോർമൽ പൊസിഷൻ ഓഫ് യൂട്രസ്? ഇത് വളരെ ഒരുപാട് പ്രാവശ്യം കേരള PSC പോലെയുള്ള എക്സാമിനൊക്കെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, റിപ്പീറ്റഡ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ റിട്രോവേർട്ടഡ് ആൻഡ് ആന്റിഫ്ലെക്സ്ഡ്, ആന്റിവേർട്ടഡ് ആന്റിഫ്ലെക്സ്ഡ്, റിട്രോവേർട്ടഡ് റിട്രോഫ്ലെക്സ്ഡ്, ആന്റിവേർട്ടഡ് റിട്രോഫ്ലെക്സ്ഡ്. അപ്പൊ എന്തായിരിക്കും റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്? The right answer is option B, antiverted and ആന്റിഫ്ലെക്സ്ഡ് അല്ലെങ്കിൽ ആന്റിവേർട്ടഡ് ആന്റിഫ്ലെക്സ്ഡ് പൊസിഷൻ ആണ് യൂട്രസിന്റെ നോർമൽ പൊസിഷൻ എന്ന് പറയുന്നത്. ഇതില് ആന്റിവേർഷനും ഉണ്ട്, ആന്റിഫ്ലക്ഷനും ഉണ്ട്. ഈ ഒരു ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നമ്മൾ ഇതിൽ രണ്ട് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ പിക്ചർ നമുക്ക് നോക്കാം. ഈ ഒരു ഭാഗമാണ് നമ്മുടെ യൂട്രസ് അല്ലെ. ഇതാണ് ഈ റെഡ് കളറിൽ കാണുന്നതാണ് യൂട്രസിന്റെ ആക്സിസ് എന്ന് പറയുന്നത്, യൂട്രസിന്റെ ആക്സിസ്. ഓക്കെ, ഈ ഭാഗമാണ് വജൈന അല്ലെ. വജൈനയുടെ ആക്സിസ് ആണ് നമ്മൾ ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്നത്, വജൈനയുടെ ആക്സിസ് ആണ്. ഓക്കെ, അപ്പം ആന്റിവേർഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വജൈനയുടെ ആക്സിസ് വെച്ചിട്ടാണ് റിലേറ്റ് ചെയ്തിട്ടാണ് പറയുന്നത്. ഓക്കെ, അതാണ് ആന്റിവേർഷൻ. ആന്റിവേർഷനിൽ നമ്മൾ വജൈനയുടെ ആക്സിസ് റിലേറ്റ് ചെയ്തിട്ടാണ് പറയാ. ഇനി ആന്റിഫ്ലക്ഷൻ ആണെങ്കിൽ ഈ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്നതാണ് യൂട്രസിന്റെ ആക്സിസ്, അതുപോലെ യെല്ലോ കളറിൽ കൊടുത്തിരിക്കുന്നതാണ് സെർവിക്സിന്റെ ആക്സിസ് എന്ന് പറയുന്നത്. അപ്പം ആന്റിഫ്ലക്ഷനിൽ നമ്മൾ റിലേറ്റ് ചെയ്ത് പറയുന്നത്, യൂട്രസിന്റെ പൊസിഷൻ നമ്മൾ റിലേറ്റ് ചെയ്ത് പറയുന്നത് സെർവിക്സിന്റെ ആക്സിസുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ്. നമുക്ക് പറഞ്ഞിട്ട് വരാം, അപ്പൊ ഒന്നും കൂടെ ക്ലിയർ ആവും. ആന്റിവേർഷൻ എന്ന് പറയുന്നത് മോസ്റ്റ് കോമൺ പൊസിഷൻ ആയിട്ടാണ് പറയുന്നത്. യൂട്രസ് ലീൻ ഫോർവേഡ് വിത്തൗട്ട് ബെൻഡിങ് ആൻഡ് പോയിന്റ്സ് ടുവേർഡ്സ് ദ അബ്ഡമൻ. അപ്പൊ നമ്മളെ യൂട്രസ് ഈ ഒരു പിക്ചറിൽ കാണുമ്പോൾ മനസ്സിലാവും, യൂട്രസ് കുറച്ചൊന്ന് മുന്നോട്ടേക്ക് ചെരിഞ്ഞിട്ട്, അധികം ബെൻഡ് ചെയ്യാതെ കുറച്ച് മുന്നോട്ടേക്ക് ചെരിഞ്ഞിട്ട് അബ്ഡമനിലോട്ട് പോയിന്റ് ചെയ്തിട്ട് കുറച്ചൊന്ന് ചെരിഞ്ഞിരിക്കുന്നതായിട്ട് പറയുന്നു അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പൊസിഷനെ പറയുന്ന പേരാണ് ആന്റിവേർഷൻ. ഓക്കെ, ആന്റിവേർഷൻ. ആന്റിവേർഷൻ എന്ന് പറയുമ്പോൾ കോമൺ പൊസിഷൻ ആണ്. യൂട്രസ് ലീൻ ഫോർവേഡ് വിത്തൗട്ട് ബെൻഡിങ് ആൻഡ് പോയിന്റ് ടുവേർഡ്സ് ദ അബ്ഡമൻ അല്ലെ, കുറച്ചൊന്ന് ചെരിഞ്ഞിരിക്കുന്നു, അങ്ങനെ കുറച്ച് മുന്നോട്ടേക്ക് ചെരിഞ്ഞിരിക്കുന്നതിനെയാണ് ആന്റിവേർഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ ഇൻ റിലേഷൻ ടു വജൈനൽ ആക്സിസ് വെച്ചിട്ടാണ് പറയുന്നത്. അടുത്തതാണ് ആന്റിഫ്ലക്ഷൻ. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ആന്റിവേർഷനെക്കാട്ടും കുറച്ചും കൂടെ ടിൽറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ ചെരിഞ്ഞിട്ടാണ് ഇവിടെ യൂട്രസിന്റെ പൊസിഷൻ. അപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഇവിടെ ഈ ഭാഗത്ത് നമ്മളെ യൂട്രസിനെ നോക്കുമ്പോൾ ഇതിന് കുറച്ചൊരു ചെരിവുണ്ട് അല്ലെ. അതിനെക്കാട്ടും ഒന്നും കൂടെ ചെരിഞ്ഞിട്ട്, ഒന്നും കൂടെ ബെൻഡ് ചെയ്തും കൊണ്ടാണ് ഈ ഒരു ഭാഗത്ത് യൂട്രസിനെ കാണുന്നത്. ഇത് ആന്റിവേർഷൻ എന്ന് പറയുന്ന പൊസിഷൻ ആണ്, ഇത് ആന്റിഫ്ലക്സ്ഡ് ആണ്. അപ്പൊ ആന്റിഫ്ലക്സിന് കുറച്ചും കൂടി ഒന്ന് ടിൽറ്റ് ചെയ്തിട്ട്, കുറച്ചും കൂടെ ഒരു കുറച്ചും കൂടെ ഒന്ന് ബെൻഡ് ചെയ്തിട്ടാണ് യൂട്രസ് കാണുന്നത്. It is tilted more than an antiverted uterus. This put pressure on the bladder. ബ്ലാഡറിലോട്ട് കുറച്ച് പ്രഷർ വരുന്ന വിധത്തിൽ ഒന്നും കൂടെ ചെരിഞ്ഞിട്ടാണ് ആന്റിഫ്ലക്ഷനിൽ നിൽക്കുന്നത്. അപ്പൊ കുറച്ചും കൂടെ ബെൻഡ് ചെയ്തിട്ടാണ് ആന്റിഫ്ലക്ഷനിൽ പൊസിഷൻ കാണുന്നത് യൂട്രസിന്റെ. Next question. The forward bending of uterus in relation to the vagina is called. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ആ ഒരു ക്വസ്റ്റ്യനിൽ ബെൻഡ് ചെയ്യുന്നുണ്ട് യൂട്രസ് ഇൻ റിലേഷൻ ടു വജൈന ആണെങ്കിൽ നമ്മളൊരു പേര് പറഞ്ഞു, ഇൻ റിലേഷൻ ടു സെർവിക്സ് ആണെങ്കിൽ വേറൊരു പൊസിഷൻ ആണ് അല്ലെ. അപ്പം ഇതിൽ നോക്കാം, ആന്റിഫ്ലക്ഷൻ തന്നിട്ടുണ്ട്, ആന്റിവേർഷൻ ഉണ്ട്, ഡോസിഫ്ലക്ഷൻ ഉണ്ട്, പ്ലാന്റാഫ്ലക്ഷൻ ഉണ്ട് അല്ലെ. ഏതായിരിക്കും റൈറ്റ് ആൻസർ? നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞതാണ്, പെട്ടെന്നൊന്ന് ഗസ് ചെയ്തേ. The right answer is antiversion അല്ലെ. Anterior angulation of the uterus in relation to the axis of vagina അല്ലെ. വജൈനയുടെ ആക്സിസുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അവിടെ യൂട്രസിന്റെ ആംഗുലേഷൻ പറയുന്നതെങ്കിൽ അതിനെയാണ് ആന്റിവേർഷൻ എന്ന് പറയുന്നത്. നേരെ തിരിച്ച് ആന്റീരിയർ ആംഗുലേഷൻ ഓഫ് ദ യൂട്രസ് in relation to the axis of
സെർവിക്സ് എന്ന് പറഞ്ഞാൽ ആന്റി ഫ്ലക്ഷൻ എന്ന് പറയുന്ന പൊസിഷനാണ് ആന്റി ഫ്ലക്ഷൻ. അപ്പൊ ആന്റി ഫ്ലക്ഷനിൽ നമ്മൾ ഇൻ റിലേഷൻ ടു സെർവിക്സ് ആണ് പറയുന്നത്, ആന്റി വേർഷനിൽ ഇൻ റിലേഷൻ ടു വജൈനയാണ് പറയുന്നത്. അപ്പൊ എങ്ങനെ നമ്മൾ ഇത് ഓർത്തിരിക്കും? ആന്റി വേർഷനിൽ ഒരു വി ഉണ്ടല്ലോ അല്ലെ, ഈ വി ഉണ്ട്, ഇവിടെ ഒരു വി ഉണ്ട് അല്ലെ. അപ്പം ആന്റി വേർഷൻ എന്ന് പറയുന്ന ഇൻ റിലേഷൻ ടു ദ ആക്സിസ് ഓഫ് വജൈന, വി വി എന്നുള്ളത് ഓർത്തിരിക്കുക, വേർഷൻ വജൈന. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യൂട്രസ് വിത്ത് ഡിപ്രഷൻ അറ്റ് ദ ഫണ്ടസ് ഈസ് കോൾഡ് ആർക്വേറ്റ് യൂട്രസ്, ബൈകോർണുവേറ്റ് യൂട്രസ്, സെപ്റ്റേറ്റ് യൂട്രസ്, യൂട്രസ് ഡൈഡൽഫിസ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എയിംസ് പോലെയുള്ള എക്സാമിനൊക്കെ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ. അപ്പം യൂട്രസിന്റെ ഏറ്റവും മുകൾ ഭാഗത്തിന് നമ്മൾ ഫണ്ടസ് എന്നാണ് പറയുന്നത് അല്ലെ. ആ ഭാഗം കുറച്ചൊന്ന് കുഴിഞ്ഞിരിക്കുന്നതിനെ, ഡിപ്രസ് ചെയ്തിരിക്കുന്നതിനെ എന്താണ് പറയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആർക്വേറ്റ് ആണോ, ബൈകോർണുവേറ്റ് ആണോ, സെപ്റ്റേറ്റ് ആണോ, ഡൈഡൽഫിസ് ആണോ? ഇതാണ് ചോദിച്ചിരിക്കുന്നത്. The right answer is option A, ആർക്വേറ്റ് യൂട്രസ്. ഇപ്പൊ ഇവിടെ ഒരു നോർമൽ ആയിട്ടുള്ള യൂട്രസ് കാണിച്ചിരിക്കുന്നുണ്ട്, ഇവിടെ ഒരു ആർക്വേറ്റ് യൂട്രസ് കാണുന്നുണ്ട് അല്ലെ. അപ്പൊ നോർമൽ യൂട്രസിൽ നമ്മൾ നോക്കുന്ന സമയത്ത് യൂട്രസ് കാണുന്നുണ്ട്, ഫെല്ലോപ്പിയൻ ട്യൂബ് ഉണ്ട് രണ്ട് സൈഡില്, അതുപോലെ തന്നെ ഈ ഒരു ഭാഗം സെർവിക്സ് ഉണ്ട്, അതിന് താഴെ വജൈന കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. ആർക്വേറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ യൂട്രസ്, ഫെല്ലോപ്പിയൻ ട്യൂബ്, അതുപോലെ തന്നെ സെർവിക്സ്, വജൈന ഇതെല്ലാം ഓക്കെയാണ്. അപ്പൊ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ആർക്വേറ്റ് യൂട്രസിലെ ടോപ്പ് പോർഷനിൽ അല്ലെങ്കിൽ ഫണ്ടസ് എന്ന് പറയുന്ന മുകൾ ഭാഗത്ത് ചെറിയൊരു കുഴി പോലെ, ഒരു ഡിപ്രഷൻ പോലെ നമുക്ക് കാണാം അല്ലെ. അതിനെയാണ് ആർക്വേറ്റ് യൂട്രസ് എന്ന് പറയുന്നത്. യൂട്രസിന്റെ ടോപ്പ് ഭാഗത്ത് അല്ലെങ്കിൽ ഫണ്ടസിൽ ചെറിയൊരു ഡിപ്രഷൻ കാണുകയാണെങ്കിൽ അതിനെ നമ്മൾ ആർക്വേറ്റ് യൂട്രസ് എന്നാണ് പറയുന്നത്. അടുത്തത് നമുക്ക് നോക്കാം സെപ്റ്റേറ്റ് യൂട്രസ്. സെപ്റ്റേറ്റ് യൂട്രസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഒരു ടിഷ്യൂ അല്ലെങ്കിൽ ഒരു മെംബ്രെയിന് അല്ലെങ്കിൽ ഒരു ബാൻഡ് ഓഫ് ടിഷ്യൂസ് വന്നിട്ട് യൂട്രസിനെ രണ്ട് ഭാഗങ്ങളായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് അല്ലെങ്കിൽ രണ്ട് പാർട്ടുകളായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് കാണാം. ഇങ്ങനെയുള്ള യൂട്രസിനെയാണ് സെപ്റ്റേറ്റ് യൂട്രസ് എന്ന് പറയുന്നത്. സെപ്റ്റേറ്റ് യൂട്രസിൽ യൂട്രസിനെ ബാൻഡ് ഓഫ് ടിഷ്യൂസ് അല്ലെങ്കിൽ മെംബ്രെയിൻ വന്നിട്ട് രണ്ട് ഭാഗങ്ങളായിട്ട് മാറ്റുന്നു അല്ലെ, രണ്ട് പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്ത് വെക്കുന്നതായിട്ട് കാണാം അല്ലെ, സെപ്റ്റേറ്റ് യൂട്രസ്. സെപ്റ്റേറ്റ് യൂട്രസിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗം ഈ ബാൻഡ് ഓഫ് ടിഷ്യൂസ് ഉള്ളത് ഇത് വേരി ചെയ്ത് കാണാം. ഇത് പാർഷ്യൽ ആവാം, കംപ്ലീറ്റ് ആവാം. ചിലപ്പം കുറച്ച് ഭാഗം മാത്രമേ സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നുണ്ടാവുള്ളൂ. അതിനെ നമ്മൾ എന്ത് പറയും? പാർഷ്യൽ എന്ന് പറയും. ചില കേസിൽ സെർവിക്സ് വരെയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഈ ബാൻഡ് ഓഫ് ടിഷ്യൂസ് ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നതായിട്ട് കാണാം. അതിനെ കംപ്ലീറ്റ് സെപ്റ്റേറ്റ് യൂട്രസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അടുത്തതാണ് യൂണികോർണുവേറ്റ്. യൂണികോർണുവേറ്റ് യൂട്രസിൽ നമ്മൾ നോക്കുമ്പോൾ ഇതിന് ഇവിടെ കാണാൻ നമുക്ക് ഒരു ഹാഫ് ഭാഗം മാത്രമേ ഫോം ചെയ്തിട്ടുള്ളൂ. ഒരു യൂട്രസിന്റെ പകുതി മാത്രമേ നമുക്ക് ഇവിടെ കാണാൻ പറ്റുള്ളൂ. ഒരു നോർമൽ യൂട്രസിനെക്കാട്ടും സൈസ് ഒരുപാട് ചെറുതായിരിക്കും യൂണികോർണുവേറ്റ് യൂട്രസിൽ കാണുന്നത്. നമ്മൾ നോക്കുന്ന സമയത്ത് ഒരേ ഒരു ഫെല്ലോപ്പിയൻ ട്യൂബ്, ഇവിടെ നമുക്ക് കാണാം ഒരു ഫെല്ലോപ്പിയൻ ട്യൂബേ ഉള്ളൂ, പിന്നെ യൂട്രസ് പകുതിയേ ഉള്ളൂ, പിന്നെ അവിടെ നിന്ന് താഴോട്ടേക്ക് സെർവിക്സ്, വജൈനയൊക്കെ ഉണ്ട്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഹാഫ് മാത്രമേ ഇവിടെയുള്ളൂ അല്ലെ, ഹാഫ് ഓഫ് ദ യൂട്രസ് മാത്രമേ കാണുന്നുള്ളൂ. ഈ പേരിൽ തന്നെ ഉണ്ട് ഇതിന്റെ ഒരു മീനിങ്, യൂണികോർണുവേറ്റ് എന്നാണ് പറയുന്നത് അല്ലെ. സാധാരണയായിട്ട് ഇവിടെ ഈ ഭാഗത്ത് ഒരു ഹോണ് പോലെയും ഈ ഭാഗത്തൊരു ഹോണ് പോലെയും രണ്ട് ഹോണ് കാണാറുണ്ട്. ഇവിടെ യൂണികോർണുവേറ്റ് ആണ്, ഒരൊറ്റ കോണ് എന്ന് പറയുന്ന ഏരിയ അല്ലെങ്കിൽ ഒരൊറ്റ കോണ് മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ഇവിടെ നോർമൽ ആണ്. ഇപ്പൊ യൂണികോർണുവേറ്റ് എന്ന് പറയുന്നത് ഹാഫ് ഓഫ് ദ യൂട്രസ് മാത്രമേ അവിടെ ഫോം ചെയ്തിട്ടുള്ളൂ, ബാക്കി ഫോം ചെയ്തിട്ടില്ല. വളരെ സൈസ് കുറഞ്ഞിട്ടുള്ള ചെറിയൊരു യൂട്രസിന്റെ ഒരു പോർഷൻ മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ, ഒരു ഫെല്ലോപ്പിയൻ ട്യൂബേ കാണുന്നുള്ളൂ. അടുത്തതാണ് ബൈകോർണുവേറ്റ് യൂട്രസ്. ബൈകോർണുവേറ്റിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ രണ്ട് യൂട്രസ് കാണുന്നുണ്ട്, രണ്ട് യൂട്രസ് ഉണ്ട്, പക്ഷെ ഒരേ ഒരു സെർവിക്സേ കാണുന്നുള്ളൂ. ഇങ്ങനെ രണ്ട് സെപ്പറേറ്റ് ആയിട്ട് രണ്ട് യൂട്രസ് കാണുന്നുണ്ട് അല്ലെങ്കിൽ രണ്ട് വോംബ് കാണുന്നുണ്ട്, പക്ഷെ അതിന് ഒരു സെർവിക്സേ ബൈകോർണുവേറ്റിൽ നമുക്ക് കാണുന്നുള്ളൂ. അപ്പൊ ഇത് ഫ്യൂസ് ചെയ്യാതെ പോകുന്നതിനെ കൊണ്ടാണ് അല്ലെ, ഈ ഒരു മുള്ളേരിയൻ ഡക്ട് കറക്റ്റ് ആയിട്ട് ഫ്യൂസ് ചെയ്യപ്പെടാതെ ഇരിക്കുന്നത് കൊണ്ടാണ് ഈ ബൈകോർണുവേറ്റ് കാണുന്നത്. അടുത്തതാണ് ഡൈഡൽഫിസ് എന്ന് പറയുന്നത്. ഡൈഡൽഫിസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്
രണ്ട് യൂട്രസും കാണും. ആ യൂട്രസിന് അതിൻ്റെതായിട്ട് രണ്ട് സെർവിക്സും കാണും. ഓക്കെ, എന്ന് പറയുമ്പോൾ രണ്ട് യൂട്രസ്, രണ്ട് സെർവിക്സ്, ചില കേസുകളിൽ രണ്ട് വജൈനയും കാണാറുണ്ട് ഡൈഡെൽഫിസിൽ. ഡൈഡെൽഫിസിൽ നോക്കുക, രണ്ട് സെപ്പറേറ്റ് യൂട്രസും അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള സെർവിക്സും ആയിട്ട് നമുക്ക് കാണാം. ബൈകോർണുവേറ്റിൽ നമ്മൾ നോക്കുമ്പോൾ ഒരേ ഒരു സെർവിക്സേ അവിടെ ഉള്ളൂ. പക്ഷെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു യൂട്രസിന് ഒരു സെർവിക്സ്, അടുത്ത യൂട്രസിന് ഒരു സെർവിക്സ് പോലെ നമുക്ക് കാണാവുന്നതാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സെപ്റ്റേറ്റ് എന്ന് പറയുന്നത് യൂട്രസ് ഡിവൈഡഡ് ഇൻറ്റു 2 പാർട്സ് ബൈ എ മെംബ്രെയിൻ ഓർ ബാൻഡ് ഓഫ് ടിഷ്യൂസ്. ബാൻഡ് ഓഫ് ടിഷ്യൂസ് മെംബ്രെയിന് വന്നിട്ട് യൂട്രസിനെ രണ്ട് ഭാഗങ്ങളാക്കി മാറ്റുന്നു സെപ്പറേറ്റ് ആയിട്ട്. യൂണികോർണുവേറ്റ് റയർ അബ്നോർമാലിറ്റി ആണ്. ഓൺലി 1/2 ഓഫ് ദ യൂട്രസ് ഈസ് ഫോംഡ്, ഓൺലി 1 ഫെലോപ്പിയൻ ട്യൂബ് ഈസ് പ്രസന്റ്. അല്ലെ, ഒന്നെങ്കിലും ഒരു ഫെലോപ്പിയൻ ട്യൂബ് മാത്രമേ കാണുന്നുള്ളൂ. അവിടെ യൂട്രസിന്റെ ഒരു പകുതി ഭാഗം മാത്രമേ അവിടെ ഫോം ചെയ്തിട്ടുള്ളൂ. ആർക്കുവേറ്റ് യൂട്രസ് എന്ന് പറയുന്നത് സ്മോൾ ഡിപ്പ് ഓർ സ്മോൾ ഡിപ്രഷൻ അറ്റ് ദ ടോപ്പ് ഓഫ് ദ വോംബ് ഓർ ഫണ്ടസ്. ഫണ്ടസിൽ ഒരു ചെറിയ ഡിപ്രഷൻ കാണുന്നതാണ് ആർക്കുവേറ്റ്. ബൈകോർണുവേറ്റ് എന്ന് പറയുന്നത് ഹാർഡ് ഷേപ്ഡ് യൂട്രസ് ആണ് വിത്ത് 2 എൻഡോമെട്രിയൽ കാവിറ്റീസ്. അല്ലെങ്കിൽ നമ്മൾ പറയും രണ്ട് വോംസോ, ചിലപ്പം സിംഗിൾ രണ്ട് വോംസ് കാണുന്നു, അതുപോലെ സിംഗിൾ സെർവിക്സേ കാണുന്നുള്ളൂ. രണ്ട് യൂട്രസ് ഉണ്ട് അവിടെ, പക്ഷെ സിംഗിൾ സെർവിക്സേ ഉള്ളൂ ബൈകോർണുവേറ്റിൽ കാണുന്നുള്ളൂ. ലാസ്റ്റതാണ് യൂട്രസ് ഡൈഡെൽഫിസ് എന്ന് പറയുന്നത്. അല്ലെ, പേഷ്യന്റ് ഹാവ് 2 യൂട്രസ്, 2 സെർവിക്സ്, പോസിബിളി 2 വജൈന. അല്ലെ, രണ്ട് യൂട്രസും അതിന് ഓരോ സെർവിക്സും കാണും. ചില കേസുകളിൽ രണ്ട് വജൈനയും കാണാറുണ്ട്. ദ തിക്കസ്റ്റ് ലെയർ ഓഫ് യൂട്രസ് ഈസ് എൻഡോമെട്രിയം, മയോമെട്രിയം, പെരിമെട്രിയം, എക്ടോമെട്രിയം. ഏറ്റവും തിക്കായിട്ടുള്ള ലെയർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ് ആൻസർ ഈസ് മയോമെട്രിയം. മ്യൂക്കസ് ലെയർ ഏതാന്ന് ചോദിക്കാറുണ്ട്. എൻഡോമെട്രിയം ആണ്. അപ്പൊ മയോമെട്രിയത്തിനെ നമ്മൾ മസിൽ ലെയർ എന്ന് പറയാറുണ്ട്. അല്ലെ, ഇപ്പം മസിൽസ്, മയോ എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് മസിൽ എന്നാണ്. മയോമെട്രി എന്ന് പറയുന്നത് ഏറ്റവും തിക്കസ്റ്റ് ആയിട്ടുള്ള ലെയർ ആണ്, യൂട്രസിന്റെ തിക്കസ്റ്റ് ആയിട്ടുള്ള ലെയർ ആണ്. ഏറ്റവും സ്ട്രോങ്ങും കൂടെ, ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത്തും കൂടെ ഉള്ള ഒരു മസ്കുലാർ ലെയർ ആണ് മയോമെട്രിയം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യൂട്രൈൻ പേസ് മേക്കർ സിറ്റുവേറ്റഡ് അറ്റ് സെർവിക്സ്, cornu of uterus, isthmus, body of the uterus. യൂട്രൈൻ പേസ് മേക്കർ എവിടെയാണ് കാണുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ് ആൻസർ ഈസ് കോർണു ഓഫ് യൂട്രസ്. കോർണു ഓഫ് യൂട്രസിനെ നമ്മൾ യൂട്രൈൻ ഹോൺസ് എന്നും കൂടെ പറയാറുണ്ട്. ഓക്കെ, ഇത് നമ്മൾ യൂട്രസിന്റെ അപ്പർ കോർണറിലാണ് ഈ ഒരു കോർണു ഓഫ് യൂട്രസ് കാണുന്നത്. യൂട്രസിന്റെ അപ്പർ കോർണറിലാണ്. ഫെല്ലോപ്പിയൻ ട്യൂബ് വന്ന് യൂട്രൈൻ ക്യാവിറ്റിയിലോട്ട് മീറ്റ് ചെയ്യുന്ന ആ ഭാഗത്താണ് കോർണു ഓഫ് യൂട്രസ് അല്ലെങ്കിൽ യൂട്രൈൻ ഹോൺസ് കാണുന്നത്. അപ്പം സാധാരണയായിട്ട് നമ്മൾ പറയും രണ്ട് ഏരിയാസ്, യൂട്രസിലെ രണ്ട് ഏരിയാസ് ഉണ്ട്, ഒന്നോ അതിലധികമുള്ള ഏരിയാസ് ഉണ്ട്. അവിടെയാണ് മയോമെട്രിയത്തിന്റെ കൺട്രാക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഭാഗം കാണുന്നത്. മെയിൻലി 2 ഏരിയാസ് ഇൻ ദ യൂട്രസ് ദാറ്റ് സ്റ്റിമുലേറ്റ് കൺട്രാക്ഷൻ ഓഫ് ദ മയോമെട്രിയം ഡ്യൂറിങ് ലേബർ പ്രോസസ്സ്. അല്ലെ, ലേബർ പ്രോസസ്സ്. അപ്പൊ ഡെലിവറി ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെ, ലേബർ പ്രോസസ്സ്, ലേബർ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു യൂട്രസിലെ ഈ രണ്ട് ഒന്നോ അതിലധികമുള്ള ഈ ഭാഗങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ മയോമെട്രിയത്തിന്റെ കൺട്രാക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പൊ ഈ മയോമെട്രിയം എന്ന് പറയുന്ന ലെയർ കൺട്രാക്ട് ചെയ്തിട്ട് അത് ചുരുങ്ങുന്നു, വികസിക്കുന്നു, ചുരുങ്ങുന്നു, വികസിക്കുന്നു. ആ ഒരു പ്രഷർ കൊണ്ടാണ് കുഞ്ഞ് യൂട്രസിന്റെ അകത്തുനിന്ന് പുറത്തോട്ട് എക്സ്പെൽ ആവുന്നത്. അല്ലെ, അതാണ് ലേബർ എന്ന് പറയുന്ന പ്രോസസ്സ്. കുഞ്ഞ് ജനിക്കുന്നു. അപ്പൊ അതിന് സഹായിക്കുന്നത് മയോമെട്രിയം എന്ന് പറയുന്ന മസിൽ ലെയർ ആണ്. അപ്പൊ ഈ മയോമെട്രിയത്തിന്റെ കൺട്രാക്ഷൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ഈ പേസ് മേക്കർ ഓഫ് യൂട്രസ് എന്ന് പറയുന്ന ഭാഗങ്ങളാണ്. അതിനെയാണ് നമ്മൾ കോർണു ഓഫ് യൂട്രസ് എന്ന് പറയുന്നത്. ഒരു പിക്ചറിലുണ്ട്, ഇവിടെയാണ് ഫെല്ലോപ്പിയൻ ട്യൂബ് വന്നിട്ട് മീറ്റ് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെ ഫെല്ലോപ്പിയൻ ട്യൂബ് ഉണ്ടായിരിക്കും, അതിന്റെ അറ്റത്ത് ഓവറി ഉണ്ടായിരിക്കും. അല്ലെ, അപ്പൊ ഈ ഫെല്ലോപ്പിയൻ ട്യൂബ് വന്ന് യൂട്രസിൽ മീറ്റ് ചെയ്യുന്ന ഭാഗത്താണ് കോർണു ഓഫ് യൂട്രസ് എന്ന് പറയുന്ന ഭാഗം. ഇത് യൂട്രസിന്റെ മുകൾ ഭാഗമാണ്, ഫണ്ടസ് ആണ്. ഇത് ബോഡിക്ക് നമ്മൾ കോർപ്പസ് എന്നൊക്കെ പറയും, കോർപ്പസ്. പിന്നെ ഈ ഒരു ഭാഗം സർവിക്സ്, പിന്നെ അതിന് താഴോട്ടേക്ക് വജൈന. ഇത്രയും ഭാഗങ്ങളാണുള്ളത്. വാട്ട് ഈസ് ദ നോർമൽ സൈസ് ഓഫ് യൂട്രസ്? വളരെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. 7.5, 1.5, 1 സെന്റിമീറ്റർ, 7.5, 2.5, 1.5 സെന്റിമീറ്റർ, 7.5, 5, 2.5 സെന്റിമീറ്റർ, 7.5, 5.5, 2.5 സെന്റിമീറ്റർ.
ഇപ്പൊ നോർമൽ സൈസിൽ ചോദിച്ചിരിക്കുന്നത് ലെങ്ത്, വിഡ്ത്ത്, തിക്നെസ്. യൂട്രസിന്റെ ലെങ്ത്, വിഡ്ത്ത്, തിക്നെസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. The right answer is option C, 7.5, 5, 2.5. 7.5 എന്ന് പറയുന്ന യൂട്രസിന്റെ ലെങ്ത് ആണ്, 5 സെന്റിമീറ്റർ എന്ന് പറയുന്നത് വിഡ്ത്ത് ആണ്, തിക്നെസ് 2.5 സെന്റിമീറ്റർ ആണ്. അല്ലെങ്കിൽ 3 ഇഞ്ച്, 2 ഇഞ്ച്, 1 ഇഞ്ച് എന്നൊക്കെ നമ്മൾ പറയും. ഡേറ്റ് ഓഫ് ദ നോൺ പ്രഗ്നന്റ് യൂട്രസ്. നമുക്ക് കുറച്ച് പോയിന്റും കൂടെ നോക്കാം. എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന പോയിന്റ്സ് ആണ്. നോൺ പ്രഗ്നന്റ് സ്റ്റേറ്റിലുള്ള യൂട്രസിന്റെ വെയിറ്റ് എത്രയാണ്? അല്ലെ, ഒരു പ്രഗ്നന്റ് അല്ലാത്തൊരു സ്ത്രീയുടെ യൂട്രസിന് എത്രത്തോളം ഭാരം കാണും? 60 ഗ്രാം അല്ലെങ്കിൽ 60 ഗ്രാം ആണ് കാണുന്നത് അല്ലെ. വെയിറ്റ് ഓഫ് യൂട്രസ് അറ്റ് ടേം അല്ലെ, ഡെലിവറി ആവാനാകുമ്പോൾ എത്രയാണ് യൂട്രസിന്റെ വെയിറ്റ്? ഇപ്പൊ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ 800 to 1000 ഗ്രാം, ചിലതിൻ്റെ അകത്ത് 1000 ഗ്രാം എന്നൊക്കെയാണ് കാണുക അല്ലെ. ഇപ്പൊ വെയിറ്റ് ഓഫ് യൂട്രസ് അറ്റ് ടേം എന്ന് പറയുന്നത് 1000 ഗ്രാം ആണ്. 1000 ഗ്രാം. എൻഡോമെട്രിയം ഇൻ പ്രഗ്നൻസി കോൾഡ്. പ്രഗ്നൻസിയുടെ സമയത്തുള്ള അല്ലെങ്കിൽ പ്രഗ്നൻസിയിലുള്ള എൻഡോമെട്രിയത്തിനെ നമ്മൾ പറയുന്ന പേരാണ് ഡെസിഡുവ. ഡെസിഡുവ. ഡെസിഡുവയുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഫംഗ്ഷൻ ഓഫ് ഡെസിഡുവ മെയിൻ്റനൻസ് ഓഫ് പ്രഗ്നൻസി. പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് ഡെസിഡുവ ആണ്. അപ്പൊ ഡെസിഡുവ എന്ന് പറയുന്നത് പ്രഗ്നൻസിയുടെ ആ എൻഡോമെട്രിയൽ ലെയറിന്, പ്രഗ്നൻസിയിലുള്ള എൻഡോമെട്രിയൽ ലെയറിനെ നമ്മൾ പറയുന്ന പേരാണ് ഡെസിഡുവ എന്ന് പറയുന്നത്. ഒരു വാസ്കുലാർ ആയിട്ടുള്ള ഒരുപാട് ഗ്ലാൻഡുലാർ ആക്ടിവിറ്റീസ് ഒക്കെ ആ ഒരു സമയത്ത് എൻഡോമെട്രിയത്തിൽ നടക്കാറുണ്ട്. ഇപ്പൊ ലെങ്ത് ഓഫ് സെർവിക്സ്, അടുത്ത ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ലെങ്ത് ഓഫ് സെർവിക്സ്. സെർവിക്സിന്റെ ലെങ്ത് ചോദിക്കാറുണ്ട്. 2.5 സെന്റിമീറ്റർ അല്ലെങ്കിൽ 1 ഇഞ്ച് ആണ് സെർവിക്സിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. സെർവിക്സ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് മുള്ളേറിയൻ ഡക്റ്റ് എന്നാണ്. സെർവിക്സ് ഡെവലപ്ഡ് ഫ്രം മുള്ളേറിയൻ ഡക്റ്റ്. അതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്ന ഒരു പാർട്ടാണ് നീക്കിൾസ് പെൽവിസ്, റോബർട്ട് പെൽവിസ്. അപ്പൊ ഈ ഒരു പിക്ചറിന് നമുക്ക് പെട്ടെന്ന് പഠിക്കാം. ഇത് തന്നിരിക്കുന്നത് സാക്രമാണ്. കോക്കിക്സ് ഉണ്ട് താഴെ. സാക്രത്തിന്റെ രണ്ട് സൈഡുകളിലായിട്ട്, ഇപ്പൊ ഇത് സാക്രമാണ്, ഇതിന്റെ രണ്ട് സൈഡ് നോക്കുമ്പോൾ നമുക്ക് ഒരു ചെറിയ ചിറക് പോലെയുള്ള ഒരു കുഞ്ഞു ഭാഗം കാണാം അല്ലെ. ഇതിനാണ് അല എന്ന് പറയുന്നത്. സാക്രൽ അല. സാക്രൽ അല. സാക്രൽ അല ഇവിടെ 2 എണ്ണം കാണുന്നുണ്ട് അല്ലെ. ഇവിടെ ഒന്നുണ്ട്, ഈ സൈഡിൽ ഒന്നുണ്ട്. 2 എണ്ണം, 2 സാക്രൽ അല കാണുന്നുണ്ട്. നമ്മൾ പറയും പെൽവിസിന്റെ അബ്നോർമാലിറ്റിയിലുള്ള കുറെ പെൽവിസുകൾ ഉണ്ട്. അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 എണ്ണമാണ് നീഗിൾസ് ആൻഡ് റോബർട്ട്സ് പെൽവിസ്. നീഗിൾസ് പെൽവിസ് എന്ന് പറഞ്ഞാൽ ഒരു സാക്രൽ അല മിസ്സിംഗ് ആണെങ്കിൽ അതിനെയാണ് നീഗിൾസ് പെൽവിസ് എന്ന് പറയാം. ഈ ഒരു പിക്ചറിൽ ഇവിടെ ഒരു സാക്രൽ അല കാണുന്നുണ്ട്, പക്ഷെ ഇവിടെ സാക്രൽ അല മിസ്സിംഗ് ആണ് അല്ലെ. അപ്പം ഇങ്ങനെ, അതായത് ഒരു സാക്രൽ അല ഇവിടെ മിസ്സിംഗ് ആണ്, അതിനെയാണ് നമ്മൾ നീഗിൾസ് പെൽവിസ് എന്ന് പറയുന്നത്. ഇത് നീഗിൾസ് പെൽവിസിന്റെ പിക്ചർ ആണ്. നീഗിൾസ് പെൽവിസ് എന്ന് പറയുന്നത് ആബ്സെൻസ് ഓഫ് 1 സാക്രൽ അല. ഒരു സാക്രൽ അല പെൽവിസിൽ കുറവാണെങ്കിൽ അതിനെ നീഗിൾസ് പെൽവിസ് എന്ന് പറയും. ഇനി 2 അലയും മിസ്സിംഗ് ആണെങ്കിൽ അതിനെ റോബർട്ട് പെൽവിസ് എന്നാണ് പറയുക. റോബർട്ട് പെൽവിസ്. റോബർട്ട് പെൽവിസ് എന്ന് പറയുന്നത് ആബ്സെൻസ് ഓഫ് ബോത്ത് സാക്രൽ അലൈ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റോബർട്ട് പെൽവിസ്. ഇത് നെറ്റിൽ നിന്ന് എടുത്ത റോബർട്ട്സ് പെൽവിസിന്റെ ഒരു പിക്ചർ ആണ്. റോബർട്ട്സ് പെൽവിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആബ്സെൻസ് ഓഫ് ബോത്ത് സാക്രൽ അല. 2 സാക്രൽ അലയുടെ മിസ്സിംഗ് ആയിരിക്കും. 2 സാക്രൽ അലയും മിസ്സിംഗ് ആയിരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റോബർട്ട് പെൽവിസ് എന്ന് പറയുന്നത്.